in the previous lesson we were studying about the different kinds of houses and the uses of houses, isn't it? നിങ്ങൾക്ക് ആ ലെസണിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കഴിഞ്ഞ പാഠത്തിലെ ഡിഫറെന്റ് ഹൗസസിനെ കുറിച്ചും ഹൗസിന്റെ യൂസസിനെ കുറിച്ചും and the materials that are used to build the houses, then what are the facts that consider how to consist a house. All this we studied, isn't it? ഒരു വീടുണ്ടാക്കാൻ വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് ഓരോ സ്ഥലത്തും ഏത് രീതിയിലാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി next lesson we shall study about rocks and minerals. Do you know what is the meaning of rocks? Rocks means what? Lesson number 2, page number 137. Okay, what is the meaning of rocks? Rock means what? കല്ല്, വലിയ കല്ലുകള്. കല്ല് എന്നാണ് റോക്കിന്റെ അർത്ഥം, പാറ എന്നൊക്കെ അർത്ഥം. Okay, we know that there are different kinds of stones around us or rocks around us. നമ്മുടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കല്ലുകൾ കാണാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞ പോലെ വീടിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ we studied about different types of houses that are not constructed or that are not common in our area. നമ്മുടെ ഏരിയയിൽ ഇല്ലാത്ത തരം പല വീടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. Like the same way, rocks are also different types are there and we know only a few about it. കുറച്ച് റോക്കുകളെ കുറിച്ച് മാത്രമേ നമുക്കറിയുള്ളൂ. നമ്മുടെ ഇവിടെ ഇല്ലാത്ത എന്നാൽ റോക്സ് ആയിട്ടുള്ള പല തരത്തിലുള്ള റോക്കുകളും ഉണ്ട്. And ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ when you were in LKG you used to write on slates, isn't it? സ്ലേറ്റിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങള്? സ്കൂളിൽ LKG UKG പഠിക്കുമ്പം ഏഞ്ചൽ എഴുതിയിട്ടില്ലേ? ഏഞ്ചൽ സ്റ്റാക്കാൻ തോന്നുന്നു. ലക്ഷ്മി പ്രിയ did not write on slates. Okay, so this is one kind of rock. അത് ഒരു തരം കല്ലായിരുന്നു. പെൻസിൽ, സ്ലേറ്റ് പെൻസിൽ ഇല്ലേ, അതും ഒരു തരം കല്ലാണ്. Okay, അങ്ങനെ different kinds. ഇനി how many of you have tiles at home? Tiles, marbles, granites and all for flooring. Yes, that is also one type of rock. അതും ഒരു തരം റോക്കുകളാണ്. Okay, like that, what different types of rocks are there. And the first picture you see, what is that? What picture is that? See in your textbook, page number 137. It is the picture of Taj Mahal. What is the specialty of Taj Mahal, you know? Do you know what is the specialty of Taj Mahal? Taj Mahal പ്രത്യേകത എന്താണെന്ന് അറിയാമോ? It is one of the 7 wonders of the world. നമ്മുടെ ലോകത്തിലെ 7 മഹാ അത്ഭുതങ്ങളിൽ പെടുന്ന ഒന്നാണ് നമ്മുടെ താജ്മഹൽ എന്ന് പറഞ്ഞത്. It is made up of white marbles. ഈ താജ്മഹൽ വൈറ്റ് മാർബിൾ കൊണ്ടുണ്ടാക്കിയതാണ്. മാർബിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു തരം റോക്ക് ആണ്, കല്ലാണത്. ഓക്കെ, അങ്ങനെ കല്ല് കൊണ്ടുണ്ടാക്കി. ആൻസി നമ്മുടെ മനസ്സിലേക്ക് പാറ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? roughness, isn't it? First, if we say rock, when we hear the word rock, it comes to our mind roughness only. അതായത് റഫ് ആയിട്ടുള്ള, എന്താ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്തോ സംഭവം പോലെയാണ് നമ്മുടെ മനസ്സിലേക്ക് പാറ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെ? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള എന്തോ ഒന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ബട്ട് സീ Taj Mahal. Have you seen Taj Mahal originally? No. Okay, you might have seen in pictures and all, isn't it? നമുക്ക് അടുത്ത വർഷത്തെ ടൂർ, കൊറോണ ഒക്കെ കഴിഞ്ഞുള്ള ടൂർ, നമുക്ക് താജ്മഹലിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ശരിക്കും കാണാൻ പറ്റുമോ? ജോസി ജോയിൻ ചെയ്തോ? കുറെ സമയമായിരുന്നില്ല ജോയിൻ ചെയ്ത്. എന്താ റേഞ്ചിലായിരുന്നോ ജോസി? അതുലിന്റെ സ്പെല്ലിംഗ് എന്നാ? ആദിത്യ കേവി. ഞാനിപ്പോ ആർക്ക് അറ്റൻഡൻസ് ഇട്ട് കൊടുക്കേണ്ടി വരും? ഓക്കെ, നമുക്ക് അടുത്ത വർഷം ടൂർ പോകാം. എങ്ങോട്ടാ? ഈ വർഷം ഇനിയിപ്പോ എന്തായാലും പറ്റൂലല്ലോ, കൊറോണ ആയതുകൊണ്ട് തമ്മിൽ അങ്ങോട്ട് അടുപ്പിക്കൂല. ശരി, നെക്സ്റ്റ് ഇയർ when you come to school we will plan to go to Taj Mahal to see white marble there. Okay,
അപ്പോൾ ഇവിടെ നോക്കിക്കേ ഈ താജ്മഹലിനെ കുറിച്ച് നമ്മൾ കേട്ടത് ഇപ്പൊ നോക്കിയേ വൈറ്റ് മാർബിളിൽ കൊണ്ടുപോയിട്ട് ഇറ്റ്സ് വെരി സോഫ്റ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ. പക്ഷെ റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള സംതിങ് ആണ് അല്ലേ. ഓക്കെ, there are different kinds of rocks. And how do you know how the rocks are formed? Where it is rocks? റോക്കുകൾ എവിടെയാ ഉള്ളത്? അതെങ്ങനെയാ ഉണ്ടായത്? ഈ റോക്കിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? What are the uses of rocks? Okay, we shall study all about it. Okay, the earth is made up of soil and rock. Earth is made up of soil and rock. Rocks are made up of minerals. A rock can have one or more or many minerals. See, റോക്സ് ഈ ദിസ് എർത്ത് ഈസ് മേഡ്. നമ്മൾ സാധാരണ നമ്മള് ഒരു റോക്ക് അല്ലെങ്കിൽ സ്റ്റോൺ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇൻ ദ സോയിൽ ഓൺലി, isn't it? Not on the tree or not inside the house and all. We when we say about a rock, we just when we think about rock itself, we will think it is with the soil. മണ്ണിൽ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും. റോക്സ് ട്രീയുടെ മേളിലോ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലോ ഒന്നുമല്ല നമ്മൾ റോക്കിനെ പ്രതീക്ഷിക്കുന്നത് അല്ലെ. ഓക്കെ, സോ ദ എർത്ത് ഈസ് മേഡ് അപ്പ് ഓഫ് റോക്സ് ആൻഡ് സോയിൽ ആൻഡ് റോക്സ് ആർ ഹാവിങ് സോ മെനി മിനറൽസ്. ഈ മണ്ണും കല്ലും കൂടെ ഒന്നിച്ചാണ് നമ്മൾ കാണുന്നത് അല്ലെ. ഇപ്പൊ നമ്മളുടെ വീട്ടില് പറമ്പിലൊക്കെ കളിക്കുന്ന, നിങ്ങൾ അങ്ങനെ കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തൂമ്പൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടോ? ഒന്നുമില്ല അല്ലെ. ഓക്കെ, നിങ്ങളുടെ ഫാദേഴ്സ് ആരെങ്കിലും ഒക്കെ തുമ്പി എടുത്ത് എന്തെങ്കിലും കളിക്കുകയൊക്കെ ചെയ്യുന്ന ഓക്കെ മുഹമ്മദ് കളിക്കുന്ന സമയത്ത് മണ്ണിന്റെ കൂടത്തിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇഫ് യു ആർ ഡിഗിങ് വെൽസ് ആൻഡ് ഓൾ യു മസ്റ്റ് ഇൻ ബിഗ് റോക്സ്. നിങ്ങൾ കിണറൊക്കെ കുഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കല്ലുകള്. പിന്നെ യു മറ്റ് ഹാവ് സീൻ where the road construction is going on. റോഡൊക്കെ പണിയുന്നോർത്ത്, കുന്നിടിച്ച് നികത്തുന്നോർത്ത്, വീടിന് നീക്കം വലിക്കുന്നോർത്ത് അവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മണ്ണ് നീക്കുമ്പോൾ different kinds of maybe big or small types of rocks will be there, stones will be there, isn't it? And usually for the small ones we will say stones, and if it is big one we say rocks. മനസ്സിലായോ? ചെറിയ തരത്തിലുള്ള ഇത്രയൊക്കെയുള്ള കല്ലുകളൊക്കെ നമ്മൾ റോക്ക് എന്ന് പറയല്ല. റോക്ക് മീൻസ് ശരിക്കും പറഞ്ഞ പാറ എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഒരുവിധം മുഴുത്ത കല്ലുകൾക്കൊന്നും നമ്മള് പാറ എന്ന് പറയല്ല. That is called stones. And small ones also are there, that they are called pebbles. And ഈ മണ്ണെന്ന് പറഞ്ഞത് ശരിക്കും ഈ മണ്ണ് എങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ? How the soil is formed? പാറ പൊടിഞ്ഞിട്ടാണ് മണ്ണുണ്ടാകുന്നത്. നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പൊ കാണുന്ന മണ്ണൊക്കെ എന്ന് പറഞ്ഞാല് ഈ പാറകളൊക്കെ പൊടിഞ്ഞു ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇറ്റ് വോണ്ട് ടേക്ക് പ്ലേസ് വിതിൻ 1 or 2 years and all. മുഹമ്മദ് റിഹാൻ പ്ലീസ്. റിഹാൻ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ ക്ലാസ്സിന്റെ സമയത്ത് ഇങ്ങോട്ട് പറയും. ഇവിടെയാണ് ഇങ്ങോട്ട് നോക്കിയിരിക്കാൻ സ്ഥലം ഇതില്ല, വഴിയില്ല, വഴിയെ പോകുന്നവർ കണക്കെടുക്കണ്ട, വണ്ടി എത്ര പോയി, ബസ് എത്ര പോയി, ഒന്നും ലിസ്റ്റ് വേണ്ട. ഓക്കെ, കം ടു സ്കൂൾ ഫോർ ദ ക്ലാസ്. Okay, and rocks are made up of minerals. Rocks il minerals ഉണ്ട്. What is the meaning of mineral? Mineral means ധാതുക്കൾ. നമുക്കറിയാം plants, our human beings also need minerals. എന്ന് വെച്ചാൽ മണ്ണ് തിന്നുക എന്നല്ല അർത്ഥം. നമുക്ക് നമ്മുടെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് ആണ് വേണ്ടത്. വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന, മിൽക്കിലൊക്കെ അടങ്ങിയിരിക്കുന്ന മിനറൽസ് will help our body to grow well and to function well. Like the same way we have studied that plants also observe water and minerals from the soil, isn't it? നമ്മൾ പഠിച്ചാണ് plants observe മണ്ണിലുള്ള വാട്ടറും മിനറൽസും ഒക്കെ ഒബ്സർവ് ചെയ്യുന്നു. ഇവിടുത്തെ മിനറൽസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ്. സോ ദീസ് ആർ ഫ്രം ദ റോക്സ് ആൻഡ് സോയിൽ. ഇത് ഈ റോക്സിലും സോയിലും ഒക്കെ ഉള്ളതാണ്. റോക്സ് ആർ ഫോംഡ് ഇൻ ദ മൗണ്ടൻസ് ബൈ സീസ്, ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് അണ്ടർ ഇറ്റ്. നമ്മൾ എവിടെ മണ്ണ് നോക്കിയാലും കാണും, ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ള റോക്സ് ഉണ്ട്, സ്റ്റോൺസ് ആയിട്ടൊക്കെ ഉണ്ടാവും. ലാർജ് റോക്സ് ഇൻ ദ മൗണ്ടൻസ് ആർ കോൾഡ് ബൗൾഡേഴ്സ്. പെബിൾസ് ആർ സ്മോൾ റോക്സ്. പെബിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉരുളക്കല്ലുകളില്ലേ, കുഞ്ഞു കല്ലുകൾ, സ്മോൾ വൺസ്. ദീസ് ആർ നോൺ ആസ് ദ പെബിൾസ്. നമുക്കറിയാം, ഇഫ് യു ഗോ ടു ദ ബാങ്ക് ഓഫ് എ റിവർ, ഒരു പുഴയുടെ തീരത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞു കുറേ കല്ലുകൾ കാണാം, നല്ല ഭംഗിയുള്ള ഉരുളകൾ.
When I was small child means like you and all, we used to go to near my school. There was one river. Means we have to cross the river and then have to go to school. Then during rainy season we will not go because so much of water will be there. But during summer season, most of the water will be dried and only few less water will be there. അപ്പൊ കുറച്ച് വെള്ളം വേനൽക്കാലത്തൊക്കെ ഉണ്ടാവും. ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ we used to go there. Means at that time there was no ferry boats. During rainy season we used to cross the river by using the ferry boats. അതായത് വള്ളം ഉപയോഗിച്ച് അത് ഞങ്ങൾ അക്കരെ കിടന്നോണ്ടിരുന്നത്. വേനൽക്കാലം ആകുമ്പോഴത്തേനും വെള്ളത്തിന്റെ ആവശ്യമില്ല, വെള്ളം തീരെ കുറയും. അപ്പൊ ഞങ്ങൾ പുഴയൊക്കെ ഇറങ്ങി കിടന്നൊക്കെ വരും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന, സ്കൂളൊക്കെ വിട്ട് വരുന്ന കഴിയുമ്പം ഈ പുഴയുടെ തീരത്ത് നിന്ന് ഒരുപാട് കല്ല് പെറുക്കുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? കല്ല് കളിക്കല്ലേ, എന്താ പറയുന്നത്, ഇങ്ങനെ കല്ലൊക്കെ എറിഞ്ഞിട്ടൊരു കളിയൊക്കെ കളിക്കുമായിരുന്നു ഞങ്ങൾ ചെറുതായിരുന്നപ്പം. ഗേൾസിന് അറിയാമായിരിക്കും, ഗേൾസ് ഒക്കെ അങ്ങനെ കളിച്ചിട്ടുണ്ടാവും അല്ലെ? ഉണ്ടോ ജോസി? എവിടെ ഉണ്ടോ? ഓക്കെ. ഏഞ്ചല് സ്റ്റക്കാണ്. ലക്ഷ്മി പ്രിയ കല്ല് കളിച്ചിട്ടുണ്ടോ? ബോയ്സ് കളിക്കും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പം നല്ല ഊരലും കല്ല്, നമ്മൾ അതിങ്ങനെ എന്താ അനങ്ങാതെ ഒക്കെ എടുക്കണം. അപ്പൊ എല്ലാം കൂടെ ഒരെണ്ണം എടുക്കണം, പിന്നെ രണ്ടെണ്ണം എടുക്കണം, പിന്നെ മൂന്നെണ്ണം എടുക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ കളിയൊക്കെ മാറി. നിങ്ങൾ എങ്ങനെ കളിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിവേ അങ്ങനെ തന്നെയാണോ? ഉരുളം കല്ലൊക്കെ ആണെങ്കിൽ നല്ല ഷേപ്പിലുള്ള കുഞ്ഞു കല്ലുകളൊക്കെ ആണെന്നൊരു കളിക്കാൻ നല്ല സുഖമുണ്ട്. സോ വി യൂസ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ദ we used to get it from the bank of rivers. റിവറിന്റെ തോടിന്റെ ഒക്കെ തീരത്ത് നിന്ന് നമുക്ക് കിട്ടുമായിരുന്നു. Okay, so wherever we go we can see the rocks in the soil, maybe in the mountains or near the seas or oceans or rivers or streams. എവിടെയാണേലും അതെ, നമുക്ക് ഇനി നമ്മുടെ പറമ്പിലും മുറ്റത്തും ഒക്കെ ഉണ്ടാകും അല്ലെ? Okay. Sand is very small or tiny pieces of broken rock. Sand means what? Manal. ഈ മണലും ഒരു തരം small pieces of broken rocks. കല്ല് പൊടിഞ്ഞുണ്ടാകുന്ന ചെറിയ ചെറിയ തരികളാണ് നമ്മുടെ സാൻഡ്, മണൽ എന്ന് പറയുന്നത്. Depending on their formation, rocks are of 3 types. So ഈ പിന്നെ കല്ലുകള് നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള കരിങ്കല്ല്, ചീങ്കല്ല്, വെട്ടുകല്ല് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? പാറക്കല്ലുകളൊക്കെ കറുത്തിരിക്കുന്നത്. പിന്നെ വീട് പണിയാൻ ഉപയോഗിക്കുന്നത് ചെങ്കല്ല്, അതൊരു കല്ലാണ്. നമ്മുടെ വീടിനെ പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ല് കണ്ടിട്ടില്ലേ? ബ്രൗൺ കളറിലെ. ഓക്കെ, ലൈക്ക് ദാറ്റ് way different kinds are there. And rocks are there mainly 3 types are there. First one is igneous and sedimentary and metamorphic. So the 3 types of rocks are igneous, sedimentary and metamorphic. So first we shall study about igneous, means made from fire or heat. Deep inside the earth in some areas it is so hot that even hard things like rocks melt. Molten rock is called magma. നിങ്ങൾ ഈ വാൽക്കാനോ എന്ന് കേട്ടിട്ടുണ്ടോ? അഗ്നിപർവ്വതം. Do you know how it happens? അഗ്നിപർവ്വതം എന്ന് കേട്ടിട്ടുള്ളവര്, വാൽക്കാനോ എന്ന് കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഓക്കെ, ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് നമ്മുടെ പിന്നെ igneous rocks എന്ന് പറയുന്നത്. See, you can see the picture, I think. ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, വാൾക്കാനോസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഭൂമിയുടെ, ഒരു സെക്കൻഡ്, ഭൂമിയുടെ ഉൾഭാഗം മീൻസ് ഡീപ്പ് ഇൻ ദ എർത്ത്, താഴോട്ട് പോകുമ്പോൾ okay,
ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഭയങ്കര ചൂടാകും. മീൻസ് നമ്മളിപ്പോ ഭൂമിയുടെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞ താഴത്തെ ഒരു കിണർ കുഴിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലെ? അതൊന്നും പോരാ. കുറേ അഗെയിൻ ആൻഡ് അഗെയിൻ കിലോമീറ്റേഴ്സ്, തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഹീറ്റാണ് അവിടെ ഇൻസൈഡ് ഭൂമിയുടെ. നമ്മളിപ്പോ ഭൂമി കുഴിച്ച് പോവാണ്. അങ്ങനെ ഏറ്റവും കുറേ താഴോട്ട് ഭയങ്കര ചൂടായിരിക്കും. Due to that heavy heat, it has the power, means see that heat has the power to melt even the rocks also. അവിടുത്തെ പാറകളെ പോലും മെൽറ്റ് ചെയ്യാൻ, ഉരുക്കി ദ്രവിപ്പിക്കാനുള്ള അത്രയും ചൂടുണ്ട്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, if you boil the water and put a stone into that water, how long time it will melt also, nothing will happen for that. Sorry, how long time we will boil that, nothing will happen to the സ്റ്റോൺ, isn't it? നമ്മളൊരു എന്താ പറയുന്ന ഒരു പാത്രം നിറച്ചും വെള്ളം എടുത്തിട്ട് നമ്മളൊരു കല്ലിട്ടിട്ട് അതിനകത്തിട്ട് ചൂടാക്കി വെള്ളം പറ്റിച്ചപ്പോലോ കല്ല് ഉരുകി പോകുന്നുണ്ടോ? ഇല്ല അല്ലെ? ബട്ട് സി, നമ്മുടെ ഭൂമിയിൽ അങ്ങനെ വലിയ ഡീപ്പിലായിട്ട്, വളരെ ആഴത്തിലായിട്ട് റോക്ക് വരെ, അതായത് പാറകൾ വരെ ഉരുകാൻ പറ്റുന്ന അത്രയും ഹീറ്റ് ഉണ്ട്. അപ്പൊ അവിടുത്തെ പാറകൾ ഉരുകിയിട്ട് ആ പ്രഷർ കാരണം, അതിന്റെ ചൂടും അതിന്റെ മർദ്ദവും കാരണം ഇറ്റ് വിൽ ട്രൈ ടു കം ഔട്ട്, പിന്നെ മുകളിലോട്ട് തെറിച്ചു വരും. You might have seen cookers using at home. Have you seen? That's your mother's cooker, pressure cooked food cooker. കുക്കർ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടില്? നമ്മള് എന്തെങ്കിലും കറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അതിനകത്ത് എന്താ വേവിക്കാനുള്ളത് ഇട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. അവസാനം എന്ന് പറഞ്ഞ വലിയ ഒച്ചത്തിൽ വിസിൽ വരും അല്ലെ? എന്തുകൊണ്ടാണ്? ആ പ്രഷർ അതിന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നു. ലാസ്റ്റ് അതിന് താങ്ങാൻ പറ്റാതെ ആകുമ്പോഴത്തേനും പ്രഷറെല്ലാം അങ്ങോട്ട് പുറത്തോട്ട് വരും അല്ലെ? മുഹമ്മദ് റിഹാൻ, ഡോൺ ഡ്രോ. റിഹാൻ, ആ ഇരിക്കുന്ന സമയത്ത് എന്തിനാ മോനെ ഈ പണി ചെയ്യുന്നത്? വെറുതെ ദേഷ്യം പിടിപ്പിക്കലേ. ഇവിടെ പേര് തെളിഞ്ഞു, ഇനി എസ്കേപ്പ് ഒന്നും പറയണ്ട, രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. പേര് ഇവിടെ തെളിയും ആരാ വരച്ചെന്നുള്ളത്. ഓക്കെ, സോ ലൈക്ക് ദിസ് വേ ഈ റോക്സ് ഉരുകിയ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത റോക്സ് ഇങ്ങനെ വെള്ളം പോലെയാകും, പേസ്റ്റ് പോലെയാകും അല്ലെ? അത് ഈ പ്രഷർ താങ്ങാതെ ആകുമ്പോഴത്തേനും പിന്നെ പൊങ്ങി വരും. അതാണ് വാൽക്കാനോ എന്ന് പറയുന്നത്. ഓക്കെ, വാൽക്കാന പൊട്ടിത്തെറിക്കുന്നുണ്ടോ? Can you hear? പറയുന്ന കേൾക്കുന്നുണ്ടോ? നീ കേട്ടാലും നിങ്ങൾ വലിയ കാര്യമായിട്ട് മനസ്സിലാക്കില്ല, എന്നാ കണ്ടു. ഇതുകൊണ്ടോ വലിയ അത് ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിത്തെറിക്കല്ലോ കേട്ടോ, കുറേ നാളുകൾ കൊണ്ടേ ഉള്ളൂ. പക്ഷെ ഇറ്റ് വിൽ ഷോ ദ സിംറ്റംസ്. പിന്നെ കറുത്ത പുക വരും കുറേ ദിവസം, കുറേ നാളത്തേക്ക്. അപ്പൊ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ they can escape from, means they can move from that place, vacate. See how the outer core, ഭൂമിയുടെ മണ്ണിന്റെ നമ്മൾ താഴോട്ട് പോവാണ്. outer core, mantle, ചൂട് കാരണം ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു. മാഗ്മ, see how powerful it would be, you know. അതിനുശേഷം അതിനകത്ത് ഉരുകി ഒഴുകുന്നതാണ് ഈ സാധനം. ഈ ഒഴുകുന്ന സാധനത്തെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? ലാവ. വലിയ മലയെന്നൊക്കെ എത്ര ദൂരത്തോളം ഇത് സ്പ്രെഡ് ആകുന്ന, സോ പവർഫുൾ ഇറ്റ് ഈസ്.
100 miles. അത്ര ദൂരം 100 കിലോമീറ്റർ ദൂരം അത്രയൊക്കെ ദൂരം പോകുന്നു. ഇതെന്താന്നറിയാമോ ഈ ഒഴുകുന്നത്? തീയാണ്, തീയ്. പരിസരം മുഴുവൻ ഇങ്ങനെ വെട്ടിത്തിളയ്ക്കുവാണ്. ആ വെള്ളം ഒഴുകി വലിയ പുഴയിലോട്ട് വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് മൊത്തം ഇങ്ങനെ തിളയ്ക്കുമോ വെള്ളം, പുഴയിലെ വെള്ളം തിളയ്ക്കും റിവറില്. Okay, did you see what is volcano? മരിയമ്മ കണ്ടോ what is volcano? Okay, so ഇപ്പോൾ ഈ കാണിച്ച എന്തിനാന്ന് വെച്ചാല് volcanoes happens like this. Did you understand how it comes? It is not ഇത് ഒരു 2-3 കോൽ ആഴത്തിലുള്ള കല്ലുകളല്ല ഈ ഉരുകി ഒലിച്ചു വരുന്നത്, but thousands of kilometers downലുള്ള rocks ആണ് മെൽറ്റ് ചെയ്ത് it comes up. Then what happens? You saw in that how the fire comes out, isn't it? Actually it is not fire, but it is the hot rock melted ones. So it is very, very, very hot, and it is very dangerous also. See, nearly hundreds of kilometers it will spread into that lava, and it will be very hot for many months. മനസ്സിലായോ? കുറേ മാസങ്ങളോളം അവിടെ ആ ലാവ പരന്ന ഭാഗത്തെല്ലാം ഭയങ്കര ചൂട്. ഒരു മനുഷ്യനോ മറ്റേ നോ ലിവിങ് തിങ്സ് ക്യാൻ ലിവ് ദർ ബിക്കോസ് ഡ്യൂ ടു ഹെവി ഹീറ്റ്. ദെൻ ഗ്രാജുവലി വാട്ട് ഹാപ്പൻസ് അത് സെറ്റിൽ ആകും, അത് തണുത്തുറയും. നമുക്കറിയാം ഇപ്പൊ ഇങ്ങനെ ഉരുകി ഒലിച്ചത് കുറേ നാള് കഴിഞ്ഞു, കുറേ മന്ത്സ് മീൻസ് so after so many months it will settle down and it will become into one big piece of rock. ഒരു വലിയ കല്ല് പോലെ അത് ഉറച്ച്, നമുക്കറിയാം എന്താ പറയുന്നത്, മെഴുകുരുക്കിയില് wax you might have seen, isn't it? The wax if we melt, what happens? It will become like waterish, isn't it? A liquid model. After it is cooled down again it will become into same position. പഴയ പോലെ ആകും. മെഴുക് ഉരുക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് അല്ലെ, ആദ്യം ചൂടാകുമ്പോൾ അതിങ്ങനെ ഉരുകി ഒലിച്ചു വരും, then കുറച്ച് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ പഴയ പോലെ ആകും. Like the same way here also this lava becomes lava is very hot, and after many months it will become cool down and it will become like a rock, and that rock is that the soil also is good. Soilum വളരെ നല്ലതാണ്, റോക്സും വളരെ നല്ലതാണ്. Okay, so we shall study about that. Deep inside the earth in some areas it is so hot that even hard things like rocks melt, and melted rock is called magma. So ഈ melted rock-നെ എന്താ വിളിക്കുന്നത്? magma എന്ന് പറയുന്നത്. magma ആണ് പുറത്തോട്ട് വരാൻ മെൽറ്റ് ചെയ്ത് മുള്ളിക്കിടക്കുന്ന ഭാഗത്തിനാണ് കേട്ടോ. Next, sometimes the heavy rocks around the magma push it upwards towards the earth crust. So ഇതെല്ലാം കൂടെ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂടും ഇതെല്ലാം കൂടെ ആയിട്ട് അതിന്റെ ഉള്ളിലുള്ള മറ്റു റോക്കുകൾ, അതായത് മെൽറ്റ് ചെയ്യാത്ത റോക്കുകളെല്ലാം കൂടെ ഇതിന് പുറത്തോട്ട് പുഷ് ചെയ്യും. സോ നമ്മൾ കണ്ടു ഫസ്റ്റ് ഇതങ്ങോട്ട് വരത്തില്ല, പക്ഷെ ഇത് ഇറ്റ് വിൽ ഷോ ദ സിംറ്റംസ്. നമുക്കറിയാം സുനാമി വിൽ ഹാപ്പൻ വിത്തൗട്ട് എനി ഇൻഫോർമേഷൻ, അതായത് നമുക്ക് പ്രത്യേകിച്ച് അറിയിപ്പൊന്നും കിട്ടാതെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് earthquakes and
tsunamis and all. But volcanoes will show the symptoms many months before itself. അതായത് volcano നമുക്കറിയാം സുനാമി ഒക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതാ. നമ്മൾ ചിലപ്പോൾ earthquakes ഒക്കെ ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേനും പെട്ടെന്ന് earthquake ഉണ്ടാവും, അറിയോ പോലും ചെയ്യത്തില്ല അല്ലെ. ബട്ട് ഈ വാൽക്കാനോ എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമുക്ക് ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കും. പുക വരാൻ തുടങ്ങും, പിന്നെന്താ ഭയങ്കര അതിചൂട് അനുഭവപ്പെടാൻ തുടങ്ങും ആ ഭാഗത്തുള്ള. സോ ഇറ്റ് ഈസ് സിമ്പിൾ ഫോർ ദ പീപ്പിൾ ടു മൂവ് അവേ ഫ്രം ദാറ്റ് ഏരിയ. അതായത് കുറേ കിലോമീറ്ററുകൾ, നോട്ട് 1 or 2 കിലോമീറ്റേഴ്സ്, നിയർലി 100 105 or ലൈക്ക് ദാറ്റ്, അത്രയും കിലോമീറ്ററുകൾ ദൂരത്തോട്ട് വരെ ഇതിന്റെ ലാവ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ പീപ്പിൾ ക്യാൻ മൂവ് അവേ ഫ്രം ദാറ്റ് പ്ലേസ്. അതിനുവേണ്ടി നേരത്തെ തന്നെ സിംറ്റം അത് കാണിക്കും, ലക്ഷണങ്ങൾ കാണിക്കും. അവിടെ ഒരു വാൽക്കാനോ റെഡി ആവുന്നുണ്ട്, ഏതാനും മാസങ്ങൾക്കുള്ളില് വാൽക്കാനോ പൊട്ടിത്തെറിക്കും എന്ന് കാണിക്കും. എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പുകയൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ, വളരെ ഹെവി ആയിട്ട് പുക വരുന്ന കണ്ടില്ലായിരുന്നോ? ഓക്കെ, സോ അത് കാണുമ്പോൾ വാട്ട് പീപ്പിൾ ഹാവ് ടു ഡു, പീപ്പിൾ ഹാവ് ടു മൂവ് അവേ ഫ്രം ദാറ്റ് ഏരിയ ടു ഫാർ ഏരിയ. ദൂര സ്ഥലത്തോട്ട് മാറി താമസിക്കണം. അവരുടെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? അവർക്ക് അവര് മരിച്ചു പോകും അല്ലെ. വാൽക്കാനം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടു, ആ ലാവ ഒഴുകുന്ന കണ്ടു അല്ലെ, ഭയങ്കര സ്പീഡും ഭയങ്കര ചൂടും അല്ലേ, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് can you hear me? Can you hear me? Are you all stuck? Stuck, I think. Okay.